ഗോയിസിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എവിടെ ചെന്നാലും ധൈര്യത്തോടുകൂടി അത് വർക്ക് ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് എല്ലാവരും നമ്മുടെ അവിടെ വന്ന് ചാർജ് ചെയ്യാറുണ്ട്. ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയാം. ബാങ്കിലൊക്കെ പൈസ ഇടുന്നൊക്കെ അതിനേക്കാളൊക്കെ നല്ലൊരു കാര്യം കൂടിയാണ്. ഫ്യൂച്ചർ ഈസ് ഓൾവേസ് ഈവി. ബിസിനസ്സിനെന്ന് പറയുന്നത് ഓരോ ടൈം അപ്ഡേഷൻസുകളാണ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ ഈവൻ ബോർഡ് സഹിതം അവർ വെച്ചു. തുടങ്ങിയ സമയത്ത് എല്ലാവരും എന്നെ കളിയാക്കുക ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ഈ റോഡിൽ, അതായത് ഒരു വില്ലേജിൽ ഇങ്ങനെ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചം കിട്ടുമോ? അല്ല, നമുക്ക് അത് ഡേ ഓൺവേർഡ് നമുക്ക് നല്ല ഗ്രോത്താണ്. 120-130 പെർ മന്ത് കിട്ടും. നമ്മൾ ഏതൊരു ബിസിനസ്സിനാണെങ്കിലും അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇതിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പോലും തുടക്കത്തിൽ പോലും വന്നിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ ഒരിക്കലും വരാൻ പോകുന്നില്ല. വൺ ഓഫ് ദ ഏർലി കസ്റ്റമേഴ്സ് ആണ് ഞാൻ. ഇപ്പോൾ ഗോയിസിക്ക് അക്രോസ് എനിക്ക് 100+ സ്റ്റേഷൻസ് ഓൾറെഡി ഉണ്ട്. മാസീവ് ഗ്രോത്ത് ആണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഷോസ്. സെയിൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഒരു അപ്വേർഡ് ജേർണി തന്നെയാണ് നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു ശമ്പളക്കാരന്റെ വേറൊരാളുടെ ആവശ്യമില്ല, പ്രോഫിറ്റബിൾ ആണ്. മാക്സിമം ബിസിനസ് കിട്ടണമെങ്കിൽ പാസേജ് കൂടുതലുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് തുടങ്ങാം. ഈ ഒരു റിട്ടയർമെന്റ് ടൈമിൽ ഇങ്ങനെ ഒരു സ്ഥാപനമായിരിക്കും എന്നെ പോലുള്ളവർക്ക് വളരെ അഭികാമ്യം. കസ്റ്റമർ കെയറും അതുപോലെ തന്നെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഗോയിസിയുടെ തന്നെയാണ് ദി ബെസ്റ്റ് ഇൻ കേരള എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതൊരു ചൈത്രയാത്രയുടെ തുടക്കമായിട്ട് നമ്മൾ അതിന്റെ കൂടെ നിൽക്കല്ലേ.